നമസ്കാരം, എല്ലാവർക്കും സോനസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അരിപ്പൊടി വെച്ചിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മാവ് തയ്യാറാക്കാം. തുടക്കക്കാർക്ക് പോലും വളരെ എളുപ്പത്തിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് തയ്യാർ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അതിക്ക് മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലിൽ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. കുക്കിംഗ് ട്രാവൽ വീഡിയോസാണ് മെയിനായിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മെഷർമെൻറ്റ് കപ്പൊന്നും നിർബന്ധമില്ല. സാധാരണ നമ്മുടെ ചായ ഗ്ലാസ് ഒരു ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പം പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നന്മ എന്നുള്ള ബ്രാൻഡിൻ്റെ ആട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ തേങ്ങ ഒരു പിടി തേങ്ങ, കാരണം നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് ഒരു പിടി തേങ്ങ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ചോറും കൂടെ ചേർത്ത് കൊടുക്കാം. ചോറിന് പകരം ആവിയിൽ നനച്ചതാണെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റും. ഞാനിവിടെ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത്. വളരെ കുറച്ച് മതി, ഒരു 2 നുള്ളൊക്കെ ചേർത്താൽ മതി. കാരണം അല്ലെങ്കിൽ ഈസ്റ്റിൻ്റെ ഫ്ലേവർ ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. ഇനി ഇതിലേക്ക് അതേപോലെ തന്നെ ഒരു 2 നുള്ളു ഉപ്പ് ഇട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. എനിക്ക് വട്ടയപ്പത്തിന് കുറച്ച് സ്വീറ്റ് ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടിട്ട് 3 ടേബിൾ സ്പൂൺ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1 ഗ്ലാസ് തേങ്ങാപ്പാലാണ്. ആ 1 ഗ്ലാസ് മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതാ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തത്. അതേപോലെ തന്നെ 1 ഗ്ലാസ് തേങ്ങാപ്പാലുമാണ് ചേർത്തത്. നമുക്ക് എടുത്ത അളവ് കറക്റ്റ് ആയിരുന്നു കേട്ടോ. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതൊരു 4-5 മണിക്കൂറത്തേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. മാവ് പൊങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ വെക്കേണ്ട കാര്യമില്ല. നമുക്കപ്പം തന്നെ അപ്പം ഉണ്ടാക്കാം. കാരണം അധികം നേരം ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇത് പുളിച്ചു പോകും. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് വേണ്ടത്. നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു 5 മണിക്കൂർ ആയപ്പോഴേക്കും നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ആവശ്യത്തിന് തിക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉടനെ തന്നെ വട്ടയപ്പം ഉണ്ടാക്കാം. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. നമ്മൾ ഈ പാത്രത്തിൽ എണ്ണ തടവിയിട്ടുണ്ട്. അപ്പം വേഗത്തിൽ പാത്രത്തിൽ നിന്ന് വിട്ടുപോരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് മാവ് ഇതിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം കുഴിയുള്ള പാത്രം ആയതുകൊണ്ട് തന്നെ നമ്മളെടുത്ത മാവ് ഞാൻ മുഴുവനായിട്ടും ഇപ്പം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കനം കുറഞ്ഞ അപ്പമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് 2 വട്ടയപ്പം നമ്മൾ എടുത്ത അളവിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് അടച്ച് വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ആവിയേറ്റിയെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ തുറന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ പഴം ഇങ്ങനെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ തുറന്നപ്പം 10 മിനിറ്റ് ആയി. ഏകദേശം നമ്മുടെ അപ്പം ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് അഴിച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും തുറന്നു നോക്കാം. അപ്പം നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്.
എണ്ണ തേച്ചത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്ന് നമുക്ക് വെടിയിപ്പിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് വട്ടയപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്